ഇൻകം, അതായത് നാഷണൽ ഇൻകം ഒരു ലെവൽ ഉണ്ടാകും. ആ ഒരു ഗ്രോത്തിലേക്ക് എത്തുന്നതും അണ്ടർ കൺട്രോൾ ആരായിരിക്കും? ഗവൺമെൻറ്റിൻ്റെതായിരിക്കും. To bring an industrial growth according to certain priorities with particular basic heavy industries like steel, fuel, power and chemical ആയാലും ഹെവി സ്റ്റീൽ ആണെങ്കിലും പൗഡർ അങ്ങനെ ബിസിനസ് പലതും ഉണ്ടാവും. അതൊക്കെ എന്തെല്ലാം ഗവൺമെൻറ് കൺട്രോളിലാണെങ്കിൽ ഗ്രോത്ത് ഓഫ് അക്കോർഡിംഗ് ടു certain priorities and particular basic heavy ഇൻഡസ്ട്രീസ് തന്നെയാണ് അതിൻ്റെതായ ലൈസൻസും കാര്യങ്ങളൊക്കെ അണ്ടർ ഗവൺമെൻറ് കൺട്രോളിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ പോളിസി ഡയറക്റ്റ് കൺട്രോൾ, ഇൻഡയറക്റ്റ് കൺട്രോൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ്, വൈ ഡസ് ദ ഗവൺമെൻറ് പാർട്ടിസിപ്പേറ്റ് ഇൻ ബിസിനസ്? എന്തിനാണ് ഗവൺമെൻറ് ബിസിനസ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? വി ഹാവ് ലേൺ ദാറ്റ് ഗവൺമെൻറ് ടുഡേ എൻഗേജ് വേരിയസ് ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്. ഗവൺമെൻറ് പലതരം ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. There are several types of services which are provided in government organizations such as electricity, water, postal, telegram. പലതരം ബിസിനസ്സിലേക്കും ഗവൺമെൻറ് വാട്ടർ ആണെങ്കിൽ വെള്ളം, ഇലക്ട്രിസിറ്റി വൈദ്യുതി ആൻഡ് പോസ്റ്റൽ നമ്മുടെ തപാൽ സംവിധാനം and telecommunications and transport service. Beside these organizations there are many manufacturing industries owned by managed by government manage ചെയ്യുന്ന ഇത്തരം പല ട്രേഡ്സും അല്ലെ ബിസിനസ്സും ഇപ്പോൾ രംഗത്തുണ്ട്. എന്താണ് ഇതിൻ്റെ ബേസിക് റീസൺസ്? ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് റൈറ്റ്ലി കൺവിൻസ്ഡ് ദാറ്റ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് വിത്തൗട്ട് എക്കണോമിക് ഇൻഡിപെൻഡൻസ് വിത്തൗട്ട് നോട്ട് മച്ച് മീനിങ്. പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് നിർബന്ധമാണ് എന്തിന്? ഒരു ഗ്രോത്ത് ഓഫ് basic economic development. It was therefore decided to industrialize the country in a big way as early as possible. The government felt that private sector was to take initiative. It would be taken under a long time achieve with objective to rapid industrialization. And it was because a private sector lacked therefore muted too long attack of the problem. The government encouraged private enterprise set up new industries but also went to industries in a big way. വലിയ ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ലെങ്കിലും വാട്ടർ സപ്ലൈ, ദെൻ ഇലക്ട്രിസിറ്റി, ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പോസ്റ്റൽ, ഇത്രയും കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്ത എക്സാമ്പിൾ ആണെന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, പ്രൊജക്റ്റ് ഓഫ് ഗവൺമെൻറ് വിത്ത് ഡിക്കേഡ് ഇൻ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് സ്വതന്ത്രമായിട്ടുള്ള പ്രൊജക്റ്റിന് എക്സാമ്പിൾസ് ആണ് സ്റ്റീൽ പ്ലാന്റ്സ് ഓഫ് ഭിലായ്, ദുർഗാപൂർ, ദെൻ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ആൻഡ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ആൻഡ് സിൻട്രി ഫീൽഡ്. ഇതൊക്കെ നമ്മളെന്താണ് ഗവൺമെൻറ്റിൻ്റെ ചില എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇൻ പബ്ലിക് യൂണിറ്റ്, ദെൻ പബ്ലിക് യൂട്ടിലിറ്റീസ് ആണ് നമ്മൾ ഇനി എടുക്കാം അല്ലേ. നെക്സ്റ്റ് നമുക്ക് പബ്ലിക് യൂട്ടിലിറ്റീസ്. Sales policy, public control, state regulation, next features of public utilities. Explain the features, then these features. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പബ്ലിക് യൂട്ടിലിറ്റീസിൽ സെയിൽസ് പോളിസി എന്താണ്, പബ്ലിക് കൺട്രോൾ എന്താണ്, സ്റ്റേറ്റ് റെഗുലേഷൻ, ഓക്കെ, STAT, state regulation and features.
An introduction, our day-to-day life directly to require number of essential service in the cities you have to address. അതായത് നമ്മളിതുവരെ പഠിച്ചു ഗവൺമെൻറ് അതിൻ്റെ കൺട്രോൾ അല്ലാതെയും ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വാട്ട് ഈസ് പബ്ലിക് യൂട്ടിലിറ്റി? എന്താണ് പബ്ലിക് യൂട്ടിലിറ്റി? ഡെഫിനേഷൻ. ഓക്കെ, ഡെഫിനേഷൻസ് എന്താണ്? വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര ഇറ്റ് നീഡഡ് ബൈ ദ പബ്ലിക് ഇൻ ദിയർ ഡെയിലി ലൈഫ്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സെക്ഷനാണ് വാട്ടറും ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും എല്ലാം. whenever there is any interruption to supply the such tools or services, the normal life of people is disturbed. Suppose if the water taps to dry and not to get water, to fetch water you have to nearby to and activities. Similarly, the electricity supply to transport service are not available. Public life and activities are severely upset. നല്ല എക്സാമ്പിൾ ആണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? വാട്ടർ സപ്ലൈ ആണെങ്കിലും ഇനിയിപ്പോൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ആണ്, പെട്ടെന്ന് എന്തെങ്കിലും അർജൻറ്റ് കേസിന് പെട്ടെന്ന് നിന്നു പോയാൽ അത് പബ്ലിക് അക്സെപ്റ്റ് ആവുമ്പോൾ വിച്ച് ഈസ് ദ മീനിങ് ഓഫ് പബ്ലിക്? ദാറ്റ്സ് പീപ്പിൾ, നോർമൽ പീപ്പിൾ. നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളാണ് പബ്ലിക്സ് അല്ലേ? നമ്മൾ പബ്ലിക് എന്ത് ചെയ്യും? നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്സെറ്റ് ആവും. ഓക്കെ, ആൻഡ് ദെർഫോർ ദീസ് സർവീസസ് ഹാവ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ടു ദ കമ്മ്യൂണിറ്റി. കാരണം ഇത്തരം സർവീസസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മളറിയാം, ഈ കുട്ടികളെല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഓരോ ഓൺലൈൻ ക്ലാസ്സും പലതും പഠിക്കുന്നത്. ഫോണിൽ അതിന് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പിന്നെ ചാർജ് ചെയ്യാൻ, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. പൊതുവേ ഇലക്ട്രിസിറ്റി നമ്മൾ വെളിച്ചം അല്ലെ, ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്ന മെഷീൻസ്, എല്ലാ ഷോപ്പുകളിലും ഇൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിസിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, പ്രാധാന്യം. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ വളരെ അപ്സെറ്റ്. അതേപോലെ വാട്ടർ സപ്ലൈ നിന്ന് പബ്ലിക്സ് എന്താവും, കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റീസ് എന്താവും, പെട്ടെന്ന് അപ്സെറ്റ് മാത്രമല്ല, വെള്ളം കിട്ടാതെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ? ബേസിക് നീഡ്സ് ഒന്നും നടക്കത്തില്ല, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പൊതുവേ കേരളത്തിൽ പ്രത്യേകിച്ച് കുറച്ച് വൃത്തി കൂടുതലുള്ള പീപ്പിൾസാണ്, വെള്ളം കൊണ്ട് അത്യാവശ്യം ജോലിയുള്ള. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുക, പെട്ടെന്ന് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഒക്കെ നഷ്ടപ്പെട്ടാൽ നമ്മൾ അപ്സെറ്റ് ആവും. ഓക്കെ, and if electricity supply of transport service is not available, public life is activities are severely upset. A very good sentence, severely upset ആണ്. അത്രക്കും നമ്മൾ എന്ത് ചെയ്യും, അപ്സെറ്റ് ആവും. then you not get water. To fetch water you have go to nearby wells and hand pumps. അപ്പോൾ ഹാൻഡ് പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴൽ കിണർന്ന് എടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കിണർന്ന് പോയി മുക്കും. വെള്ളമില്ലെങ്കിൽ, വാട്ടർ അതോറിറ്റി ഇല്ലാതെ ആയാൽ നമ്മൾ എന്ത് ചെയ്യും, കിണറിലോ കുളത്തിലോ പോയി വെള്ളം എടുക്കും. If the electricity supply or transport services are not available, public life and act is severely upset. Therefore, these services have great significance to community. These services are very significant in community, very important in our community. Hence, they are termed to essential service or indispensable necessity. The business compromise established basically to provide efficient and uninterrupted supply of the goods and absolutely for civil community or for public unity organization. അതായത് ഇതേ ഒരു സിറ്റുവേഷൻ നമ്മൾ പബ്ലിക് യൂട്ടിലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അതായത് പബ്ലിക് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നു, പിന്നീട് നമ്മളത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആർക്കാ, പബ്ലിക്സിനാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇത്രയും ഗുഡ്സ് ആൻഡ് പ്രോഡക്ട്സ് നമ്മൾ സർവീസ് ചെയ്യുമ്പം അത് കിട്ടാതിരിക്കുന്നതും അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് എന്താണ്, പബ്ലിക്സിന്, ജനങ്ങൾക്ക് എന്താണ്, വെരി സിവിയർലി അപ്സെറ്റ് ആവുന്ന വേറൊരു സിറ്റുവേഷൻ ആണെന്നാണ് നമ്മളെ സിലബസിലേക്ക് കൊണ്ടുവരുമ്പം അതങ്ങനെയാണ് വരുന്നത്. വി ക്യാൻ സേ ദാറ്റ് ദ പബ്ലിക് യൂട്ടിലിറ്റീസ് ആർ ക്ലോസ്ഡ് വിത്ത് പബ്ലിക് ഇൻട്രസ്റ്റ്. പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ടു പബ്ലിക് ഇൻട്രസ്റ്റ്. അതായത് പബ്ലിക്കിന്, സൊസൈറ്റി അല്ലെ, സൊസൈറ്റിക്ക്, കമ്മ്യൂണിറ്റിക്ക് എന്താണോ താല്പര്യം അതും പബ്ലിക് എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷനുള്ള പ്രോഡക്ട്സ് ഒക്കെ വളരെയേറെ റിലേറ്റഡ് ആണ്. The public utilities are business undertaking engaged in supplying essential goods or services daily necessary in the general public. Daily use ചെയ്യുന്ന necessary of the daily usage instruments, ഇപ്പോൾ കോൾഗേറ്റ്, പേസ്റ്റ്, സോപ്പ്, വാട്ടർ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ഇല്ലാതെയായി പോകുന്നൊരു സമയം വന്നാൽ എന്താണ്, വളരെ പ്രശ്നമാണ്. അർബൻ ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ് സപ്ലൈ. Examples of public utility undertaking. All the public utility undertaking have an obligation to supply the essential goods and services to everyone in the community without any discrimination at a reasonable
പ്രൈസസ് അല്ലേ, നമുക്ക് റീസണബിൾ ആയിട്ട് നമുക്ക് പറ്റുന്ന തരത്തിൽ നമുക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് എന്ത് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ എന്തായി അത് പബ്ലിക് യൂട്ടിലിറ്റീസിലേക്കാണ് പോകുന്നത് അല്ലേ. അതായത് ഉപയോഗപ്രദമാവുന്ന യൂട്ടിലിറ്റി ചെയ്യാൻ ഉപയോഗിക്കുക നമ്മൾ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി പരമാവധി സൊസൈറ്റിക്ക് പരമാവധി യൂട്ടിലൈസ് ആവുന്ന വിധം ഉപയോഗിക്കാവുന്ന വിധം നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കണം. ഓക്കെ.